ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളാണ്. അതായത് കുടിശ്ശികയിലുള്ള ഒരു ഗഡുവും പിന്നെ മെയ് മാസത്തെ ഗഡുവും ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 21 മുതൽ ആരംഭിക്കും. 50 ലക്ഷത്തോളം ആനുകൂല്യ അധികാരികൾക്ക് ഓരോരുത്തർക്കും 3200 രൂപ വീതം ലഭിക്കും. അതായത് പദ്ധതിക്ക് ആവശ്യമായ 1850 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ എല്ലാ മാസവും സ്ഥിരമായ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ്. സർക്കാർ തെറ്റിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം നൽകാനാണ് തീരുമാനം. അതായത് കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, കഴിഞ്ഞ മാസം ക്ഷേമ പെൻഷൻ വിതരണം തെറ്റിപ്പോയിൽ ഉള്ളത് ഈ മാസം തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം നൽകും എന്നാണ് തീരുമാനം. 2 ഗഡുക്കളിൽ ഒരേ തുടർച്ചയായി വിതരണം നടക്കുന്നതാണ്. പിന്നെ പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് അത്യന്തം കൃത്യതയോടെ നടപടി സ്വീകരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട് മുഖേനയും മറ്റും ഈ തുക നേരിട്ട് പ്രയോജനഭോക്താക്കളുടെ കൈവശം എത്തിക്കും. അർഹതാപ്രാപ്തരായവർക്ക് സംശയമില്ലാതെ പെൻഷൻ ലഭ്യമാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പെൻഷൻ ലഭിക്കും എന്നാണ് പറയുന്നത്. പെൻഷൻ കിട്ടാത്തവർക്ക് 3200 രൂപയാണ് ഇപ്പോൾ ഈ മാസം സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ആരും വിഷമിക്കേണ്ടതില്ല. കഴിഞ്ഞ വർഷത്തെ കിട്ടാതെ പോയ ഒരു മാസത്തെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാവശ്യമായിട്ട് ഒരുപാട് പേരുണ്ടാവും, അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്